വൈറൽ ബ്യൂട്ടി ടിപ്സ് റിവ്യൂ മലയാളം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇല്ലെങ്കിൽ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന ടിപ്പ് നമ്മുടെ ബ്യൂട്ടി വ്ളോഗറായ ഉണ്ണിമായയുടെ ഒരു ടിപ്പാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റായ ഒരു ആളും കൂടിയാണ് ഉണ്ണിമായയുടെ സംസാരവും അല്ലെങ്കിൽ ഉണ്ണിമായയുടെ ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോഴാണ് നമ്മുടെ ഉണ്ണിമായ ഒരു വീഡിയോ ചെയ്തത് ഒരു 8 മാസം മുന്നേ. അപ്പോൾ നമ്മുടെ പിരികം നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള കറുത്ത പിരികത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മുടെ ഉണ്ണിക്കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, ഒരു മഞ്ഞ ടോപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അതല്ല പറഞ്ഞു വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഉണ്ണിക്കൊച്ചി പറഞ്ഞ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3-4 അല്ലി ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കൊച്ച് അല്ലെങ്കിൽ ഉണ്ണിമായ ആ വീഡിയോയിൽ പറഞ്ഞത് ഈ ഒരു ഐറ്റം എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാനാണ്. അപ്പോൾ ഇതിലൊരു ജ്യൂസ് കിട്ടാൻ വേണ്ടി ഞാൻ 1 സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു ജ്യൂസാണ് ഇത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നമുക്ക് കാലിയായ ഒരു മസ്കാര ബോട്ടിലിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ക്ലീൻ ആക്കിയിട്ട് മസ്കാര ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഒരു ഫ്രിഡ്ജിൽ 7 ദിവസം വരെ ഇത് കേട് കൂടാണ്ട് ഇരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മസ്കാര ബോട്ടിലേക്ക് ഒഴിച്ച് യൂസ് ചെയ്യുകയാണ് ഓരോ ദിവസം ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഇല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള എൻ്റെ ഒരു പിരികത്തിൻ്റെ മാറ്റങ്ങളിൽ വന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ കുറേ ബ്യൂട്ടി വ്ളോഗേഴ്സ് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബിലുണ്ട്. അവരുടെയൊക്കെ ടിപ്പ് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം, അത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ ട്രൂ ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. യൂട്യൂബേഴ്സ് ഇല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് തരുന്ന ടിപ്സ് മാത്രം പരിശോധിച്ച് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റായ റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം, എൻ്റെ പിരികത്തിൽ വല്ല മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഈ ഒരു ജ്യൂസ് 7 ദിവസം വരെ കേടാവില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കേടാവുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ചെയ്തത് ഇതുപോലെ 1 ഡ്രോപ്പ് വെളിച്ചെണ്ണയും 1 ഡ്രോപ്പ് കാസ്റ്റർ ഓയിലും പിന്നെ ഉള്ളി മുറിച്ചിട്ട് ഇത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാണ്, പിരികത്തിൽ അപ്ലൈ ചെയ്യാണ് ചെയ്തത് പിന്നെ ദിവസങ്ങൾ. അപ്പോൾ ഏകദേശം 14 ദിവസം ഞാൻ യൂസ് ചെയ്ത ശേഷമാണ് എനിക്കൊരു മാറ്റം തോന്നിയത്. ഡേ 1 കാണിച്ചതുപോലെ ഇടയിൽ, അതായത് പിരികത്തിൻ്റെ ഇടയിലൊക്കെ കുറേ രോമങ്ങൾ കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഡേ 14 കാണിക്കുന്നത് പോലെ ഇടയിലൊക്കെ ഉള്ള രോമങ്ങളൊക്കെ പുതിയതായിട്ട് കിളിർത്ത് വന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ കാട് പോലെ വളർന്നോ ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നു? കാട് പോലെ വളർന്നോ? ഇല്ല. അപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. അപ്പം ഞാനത് സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉണ്ണിക്കൊച്ചിൻ്റെ ഈ ഒരു ടിപ്പിന് ഞാൻ 5-ൽ 3 മാർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ പിരികം പുതിയതായിട്ട് കിളിർത്ത് വരാൻ എനിക്ക് കുറേ സമയം പിടിക്കും. എന്തായാലും 14 ദിവസം കൊണ്ട് പുതിയ രോമങ്ങൾ വളർന്നത് കൊണ്ടും എന്തായാലും 3 മാർക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ബ്യൂട്ടി വ്ളോഗറിൻ്റെ ടിപ്പ് നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ട് റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.